സ്കൂളില്ലാത്ത ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മളെ പരിപാടി ടെറസ് വൃത്തിയാക്കലാണ്. മൊത്തത്തിൽ പൊന്തയും കാടും പുല്ലും ചെളിയുമായിട്ട് മൊത്തം അലങ്കോലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കലാണ് ഇന്നത്തെ പരിപാടി. ഇത് വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയിട്ടുള്ള മുളക് കൃഷിയാണ്. ഇതെല്ലാ ചട്ടിയും കൂടി കൂട്ടത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് മാറ്റി ഒന്ന് പ്ലേസ് ചെയ്യണം. എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഇന്ന് നല്ല മഴയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ചൂട് കുറവാണ്, പണിയെടുക്കാനും നല്ല ഉഷാറാണ്. അപ്പോൾ മുളകുകളൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് എന്തോ ഒരു ഫ്രൂട്ടിൻ്റെ വിത്താണ്, എന്താണെന്നറിയില്ല. ഉമ്മ അത് ഏതോ ഒരു ചട്ടിയിലിട്ടിട്ട് മുളച്ച് വന്നാണ്. അറിയണവർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചട്ടിയിൽ മുളച്ച് വന്നിട്ടുണ്ട്. മുളകൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി ഇനി ബാക്കി ഈ ഒരു സൈഡ് നമുക്ക് വൃത്തിയാക്കണം. ചില ചട്ടികളൊക്കെ പൊട്ടിയിട്ടും മണ്ണ് മാറ്റി കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ചെടികൾ നമ്മുടെ ചട്ടിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇത് ഉറുമാൻ്റെ ചെടിയാണ്, ഉറുമാമ്പഴത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ മണ്ണൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കാനും ഈ ചെടി നടുന്നതും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതും ഈ പ്രകൃതിനായിട്ട് ഇടപഴകിയിട്ടുള്ള പരിപാടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടത്തോടൊപ്പം തന്നെ എനിക്കിതിലൊരു നെഗറ്റീവും കൂടി ഉണ്ട്. അത് വീഡിയോൻ്റെ എങ്കിലും മനസ്സിലാവും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഫുൾ ടൈം രാവിലെ തൊട്ട് ഈ ഒരു ചെടീൻ്റെ വർക്കും ചട്ടി വൃത്തിയാക്കലും ടെറസ് വൃത്തിയാക്കലും ഒക്കെയാണ് നമ്മളെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഈ ഒരു സൈഡ് കംപ്ലീറ്റഡ് ആയി. ഇനി ഈ ഒരു ഭാഗം കൂടിയാണ് ഫിനിഷ് ആക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് നമ്മൾ മുളകും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആ ഒരു സൈഡ് അവിടെയുള്ള ചെളികളൊക്കെ നമ്മളെടുത്ത് വൃത്തിയാക്കി ഇച്ചിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി. ഇതാണിപ്പോൾ ഒരു ഫൈനൽ എന്നുള്ളത്. ഇപ്പോൾ 2 മണിയാകുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് പണികൾ കഴിഞ്ഞു. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ഒരു സൈഡൊക്കെ നല്ല ഓക്കെയാണ്. ഫസ്റ്റത്തെ കാര്യം കൈക്കോട്ട്, അത് രണ്ടും 2 പാത്രമായി. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനമായി. ഇതിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടുത്തെ ചെളിയും വേസ്റ്റൊക്കെ ഞാൻ എടുത്തിട്ട് ടെറസിൻ്റെ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങും. അതുകൊണ്ട് ആ സൺസൈഡിൻ്റെ കാര്യം തീരുമാനമായി. പിന്നെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെങ്ങന്തടമാണെന്നുണ്ടെങ്കിൽ പറയാൻ വാക്കുകളില്ല, അമേസിങ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ചളി തിരിച്ച് ചുമരാണെങ്കിൽ വളരെ ഡിസൈനിങ് ആയിട്ടുണ്ട്. ഇതിനുള്ള ചീത്തയും പേരും നല്ലോണം താഴ്ന്ന് ഉമ്മാൻ്റെ വക മുകളിലോട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും മെയിൻ ചെയ്യാതെ